ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ആഴ്ചത്തെ ഏവൻഗേലിയൻ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കൊത്തിനെ ഞായറാഴ്ച കാനാവിലെ കല്യാണത്തിന് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവിൻ്റെ പരശുശ്രൂഷയുടെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച ഞായറാഴ്ചയാണ്. ഈ ഏവൻഗേലിയൻ വേദഭാഗം നൽകുന്ന പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഈ വാക്യങ്ങളിൽ ആദ്യത്തെ ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും തൻ്റെ ശിഷ്യന്മാരും ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. യേശുവിനെ ക്ഷണിച്ച വീട്, ആ വീടിലാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. അത്ഭുതം സംഭവിക്കാൻ ആദ്യം വേണ്ടത് യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. നാം അവനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ പരിമിതികൾ അനുഗ്രഹങ്ങളായി മാറും. ഇന്ന് നാം പരിശോധിക്കുമ്പോൾ നമ്മളുടെ ആഘോഷ വീടുകളിലേക്ക്, വിവാഹ വീടുകളിലേക്ക്, അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീടുകളിലേക്കൊക്കെ യേശുവിനെ ക്ഷണിക്കാറുണ്ട്. മദ്യത്തിൻ്റെയും മ്ലേച്ഛതകളുടെ ഒക്കെ നടുവിലൂടെ ഈ ലോകം കടന്നു പോകുമ്പോൾ യേശു വരുന്ന വീടാണോ നമ്മളുടെ വിവാഹ വീടുകൾ? യേശു വരുന്ന വീടുകളാണോ നമ്മളുടെ ഓരോ പ്രധാനപ്പെട്ട ദിവസങ്ങളും? നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇരുണ്ടുമൂടിയ ഒരു ഗുഹയ്ക്കകത്ത് അകപ്പെട്ടു പോയ കുട്ടികൾ, തൊട്ടടുത്ത് ഗുഹാവാതിൽ മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ വെളിച്ചമില്ലാതെ കുട്ടികൾ വിഷമിക്കുന്ന സമയത്ത് ധീരനായ ഒരു കുട്ടി ആ ഗുഹയുടെ സൈഡിലൊരു ഭാഗം ഒരു കല്ലുകൊണ്ട് ശക്തമായി ഇടിക്കുകയുണ്ടായി. അതിലൂടെ വെളിച്ചം വരാൻ തുടങ്ങി. ഇതുപോലെയാണ് ഇരുണ്ട അവസ്ഥകളിലേക്ക് ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നാം ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. ഒരു യന്ത്രത്തിന് വൈദ്യുതി ലഭിക്കുന്ന പോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാണ് ക്രിസ്തുവില്ലാത്ത ജീവിതം. വിത്ത് മണ്ണിൽ വീണാൽ മാത്രമേ അതിൻ്റെ ജീവൻ തുടിക്കുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ 20-ാമത്തെ വാക്യം പറയുകയാണ്, ഇത് ഞാൻ നിന്റെ വാതിക്കൽ, ക്രിസ്തു പറയുന്ന കാര്യമുണ്ട്, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുകയാണ്. ആരെങ്കിലും അത് തുറന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് അവനോടൊപ്പം അത്താഴം പങ്കിടും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നമ്മുടെ ആഘോഷ വീടുകളിലേക്കൊക്കെ വിളിക്കാം. എവിടെയും ക്രിസ്തീയതയിലൂടെ മുന്നോട്ട് പോകാം. 2-ാമത്തെ ചിന്ത അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, 3-ാം വാക്യത്തിൽ അവിടെ വീഞ്ഞ് കുറവായിപ്പോയി എന്ന് കാണുവാൻ സാധിക്കും. വീഞ്ഞ് തീർന്നു പോയി. പ്രിയമുള്ളവരെ, വീഞ്ഞ് തീരുന്നത് എൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ സന്തോഷത്തിനൊരു പരിമിതിയുണ്ട്. മനുഷ്യനൊരുക്കുന്ന ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒരു പരിധിയുണ്ട്. എന്നാൽ ദൈവം നൽകുന്ന സന്തോഷം ഒരിക്കലും അവസാനിക്കാത്തതാണ്. വിശുദ്ധനായ അപ്രയം പറയുകയാണ്, ഭൂമിയിലെ വീഞ്ഞ് ദാഹം വർദ്ധിപ്പിക്കുന്നു, എന്നാൽ ക്രിസ്തുവാകുന്ന വീഞ്ഞ് ആത്മാവിനെ നിത്യമായി തൃപ്തിപ്പെടുത്തുന്നു. ഫോണിൽ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ ചാർജ് നടത്തുമ്പോൾ കുറേ കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചാർജ് തീർന്നു പോകും. ലോകത്തിൻ്റെ സന്തോഷം ഇതുപോലെ തന്നെയാണ്. കരിഞ്ഞു പോകുന്ന, വാടിപ്പോകുന്ന പൂക്കൾ പോലെയാണ് മനുഷ്യൻ്റെ കഴിവുകൾ എന്ന് പറയുന്നത്. വേനലിൽ വറ്റുന്ന കിണർ പോലെയാണ് ലോകത്തിൻ്റെ ഉറവിടങ്ങൾ. ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വീഞ്ഞ് തീർന്നു പോകുന്ന അവസ്ഥകൾ അത് ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ പരിമിതികളാണ്. പക്ഷേ സങ്കീർത്തന പുസ്തകം 16:11 പറയുന്ന പ്രകാരം, നിന്റെ സന്നിധിയിൽ എനിക്ക് സന്തോഷമുണ്ട്, പരിപൂർണമായ സന്തോഷമുണ്ട്. ആയതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള ഒപ്പമുള്ള സന്തോഷം അതൊരിക്കലും തീർന്നു പോവുകയില്ല. സഭാപിതാവായ
വിശുദ്ധ ഈവാന്യോസ് പറയുകയാണ്, ക്രിസ്തുവിനെ വിരുന്നുകാരനായി സ്വീകരിക്കുന്നവൻ സ്വർഗത്തെയാണ് തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മറിയത്തിൻ്റെ കണ്ണുകൾ മറ്റാരും കാണാത്ത കുറവുകളെ കണ്ടുവെന്നാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥത ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വേഗത്തിലാക്കുവാൻ സാധിക്കുന്നു. മറിയം, വിശുദ്ധ മറിയം ആരും കാണാത്ത കുറവുകളെ കണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തയായ മാധ്യസ്ഥതയാണ്. അതുകൊണ്ടാണ് അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കുറിലോസ് അഞ്ചാമത്തിൽ പേർക്കുന്ന പിതാവ് പറയുകയാണ്, അമ്മയുടെ അപേക്ഷ മകനായ ദൈവത്തിന് നിയമമാണ്, കാരണം അത് സ്നേഹത്തിൽ നിന്നും കരുണയിൽ നിന്നും ഉളവാകുന്നതാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞ് കരയുന്നതിന് മുമ്പേ വിശപ്പറിയുന്ന ഒരമ്മ, അപകടം മുൻകൂട്ടി കണ്ട് വഴിമാറാൻ പറയുന്ന വഴികാട്ടിയും, ഭരണിയിലെ വിള്ളൽ കണ്ട് അത് മാറ്റാൻ പറയുന്ന ശില്പിയും മാധ്യസ്ഥത്തിന്റെ ഉദാത്ത ഉദാഹരണങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുകയാണ്. ആയതുകൊണ്ട് നമ്മളുടെ കുറവുകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് വിശുദ്ധന്മാരോടൊപ്പം ശുദ്ധിമതികളോടൊപ്പം അമ്മയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. 4-ാമത്തെ ചിന്ത പറയുകയാണ്, പരിശുദ്ധ അമ്മ പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. മറിയം സംശയം കൂടാതെ ദൈവമാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനായ സേവേറിയോസ് പാത്രിക്കീസ് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് അത്ഭുതങ്ങളുടെ പാത ഒരുക്കലാണ്. നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ രോഗം മാറുകയുള്ളൂ. ഒരു കമാൻഡറുടെ ആജ്ഞ അനുസരിച്ചാൽ മാത്രമേ യുദ്ധം ജയിക്കുകയുള്ളൂ. റെയിൽവേ പാളത്തിലൂടെ മാത്രം ഓടിയാൽ മാത്രമേ ട്രെയിൻ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ, അല്ലെങ്കിൽ പാളം തെറ്റിപ്പോകും. ഇതുപോലെയാണ് അനുസരിക്കുക എന്നുള്ളതാണ്. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, വചനം കേൾക്കുന്നവർ മാത്രമല്ല, അത് അനുസരിക്കുന്ന, അത് പ്രവർത്തിക്കുന്നവരുമാകുവാനായിട്ട്. 5-ാമത്തെ ചിന്ത ഓർമ്മിപ്പിക്കുകയാണ്, ശൂന്യമായ കൽപാത്രങ്ങൾ. ശുദ്ധീകരണത്തിനായി ഒരുക്കിയിരിക്കുന്ന ശൂന്യമായ കൽപാത്രങ്ങൾ യഹൂദന്മാരുടെ ശുദ്ധീകരണ ആവശ്യത്തിനായി വെച്ചിരുന്ന കൽഭരണികളാണത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യഹൂദ നിയമപ്രകാരം ആഹാരം കഴിക്കുമ്പോഴും എല്ലായ്പ്പോഴും കൈ വെടിപ്പാക്കുന്നൊരു ആചാരമുണ്ട്. ഇത് കേവലം ഒരു അഴുക്ക് കളയാൻ മാത്രമുള്ള കഴുകലല്ല, മറിച്ച് മതപരമായ ഒരു ശുദ്ധിയാണ്, റിച്വൽ പ്യൂരിറ്റി വരുത്താൻ വേണ്ടിയാണ്. അശുദ്ധമായ ഒന്നിൽ സ്പർശിച്ചാൽ ദേവാലയത്തിലോ പ്രാർത്ഥനയിലോ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്നു. മൺപാത്രങ്ങളിൽ ആരെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടച്ചു കളയണം. അല്ല, കൽഭരണികളിലാണ് യഹൂദനല്ലാത്ത ഒരാൾ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കാമെന്ന് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഈ കൽഭരണിയിൽ, ശൂന്യമായ കൽഭരണിയിൽ, ശുദ്ധീകരിക്കാൻ വെച്ചിരുന്ന കൽഭരണി, അതായത് അശുദ്ധമായ ആ കൽഭരണിയിൽ, ശൂന്യമായ ആ കൽഭരണിയിൽ കർത്താവ് വീഞ്ഞ് നിറയ്ക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മളെത്ര കുറവുള്ളവരാണെങ്കിലും, നമ്മളെത്ര ബലഹീനരാണെങ്കിലും, നമ്മളെത്ര ശൂന്യവരാണെങ്കിലും, നമ്മളെത്ര അശുദ്ധരാണെങ്കിലും കർത്താവിന് നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മളുടെ ശൂന്യമായ ഭരണികളെയെല്ലാം, നമ്മുടെ ജീവിതമാകുന്ന ശൂന്യമായ ഭരണിയെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ അതിൽ മേൽത്തരം വീഞ്ഞുകൾ നിറച്ച് അനേകർക്ക് രുചികരമായി വിളമ്പും. വിശുദ്ധനായ ഇസ്ഹാക്ക് പറയുകയാണ്, സുറിയാനി സഭയുടെ പിതാവ്, നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് നൽകുക, താഴ്ത്തുക,
ദൈവം അവിടെ തൻ്റെ മഹത്വം കൊണ്ട് നിറയ്ക്കും. നമ്മൾക്ക് കുറവുകളുണ്ട്. ഒരു പുതിയ പെയിൻ്റ് അടിക്കാൻ പെയിൻറ് പണിക്കാരൻ വരുമ്പോൾ പഴയതെല്ലാം ചിരണ്ടി മാറ്റുകയാണ്. ഇതുപോലെ നമ്മളാകുന്ന കൽക്കുടം ഏറ്റവും വിശുദ്ധീകരിക്കുവാനായിട്ട് ക്രിസ്തുവിലേക്ക് കൊടുക്കുക. അപ്പോൾ അശുദ്ധിയെല്ലാം മാറി ക്രിസ്തുവിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയാണ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. 6-ാമത്തെ ചിന്ത പറയുകയാണ്, ആ പരിചാരകർ അതിൻ്റെ വക്കോളം വെള്ളം നിറച്ചു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. പൂർണ്ണമായി അവരവിടെ സമർപ്പിക്കുകയാണ്. പകുതി വരെ നിറച്ചു എന്നാണ്, അല്ലെങ്കിൽ കാൽഭാഗം നിറച്ചു എന്നാണല്ല, മുഴുവനായി നിറച്ചു, വക്കോളം നിറച്ചു. ക്രിസ്തുവിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരായ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും പകുതി വരെ നിറയ്ക്കുന്നവരോ അല്ലെങ്കിൽ കാൽഭാഗം നിറയ്ക്കുന്നവരോ പേരിന് മാത്രം ക്രിസ്ത്യാനികളായിരിക്കുന്നവരാണ്. പക്ഷെ ആ പരിചാരകന്മാർ അങ്ങനെയല്ലായിരുന്നു. അവർ അതിൻ്റെ വക്ക് വരെ നിറച്ചു. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ, അവൻ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ അത് വക്കോളമായിരിക്കണം. അവൻ്റെ അളവില്ലാത്ത കൃപ കൊണ്ട് നിറയ്ക്കണം. അല്ലാതെ പകുതിയോ അല്ലെങ്കിൽ കാൽഭാഗമൊന്നുമല്ല. പകുതി ക്രിസ്ത്യാനിയായി പകുതി ലോകപരമായി ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. സ്രൂഗിലെ മോർ യാക്കോബ് പറയുകയാണ്, അളന്നല്ല അവൻ കൃപ നൽകുന്നത്, തൻ്റെ മക്കളുടെ പാത്രങ്ങൾ കവിഞ്ഞൊഴുകുന്നത് കാണാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കേണ്ടത് വക്കോളം കവിഞ്ഞ് ഒഴുകുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ മേൽ ഇറങ്ങി വരുന്നത് പകുതിയോ ആയിട്ടോ അല്ലെങ്കിൽ കാൽഭാഗമായിട്ടല്ല. ദൈവം ആഗ്രഹിക്കുന്നത് അത് പാത്രങ്ങൾ കവിഞ്ഞൊഴുകുന്നോടം വരെയാണ്. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ സങ്കീർത്തനം 23-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, അളവില്ലാത്ത കൃപ നമ്മുടെ മേൽ ലഭിക്കുവാനായിട്ട് നമ്മളുടെ ജീവിതങ്ങളെ ദൈവകൃപ കൊണ്ട് വക്കോളത്തിനപ്പുറത്ത് നിറഞ്ഞു കവിയുവാൻ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 7-ാമത്തെ ചിന്ത അതേ ആ അത്ഭുതമാണ്. ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. യാതൊരു രുചിയും മണവും ഗുണവും ഒന്നുമില്ലാതിരുന്ന വെറും പച്ചവെള്ളത്തെയാണ് കർത്താവ് വീഞ്ഞാക്കി മാറ്റിയത്. പ്രിയമുള്ളവരെ, നമുക്ക് യാതൊരു കഴിവുകളൊന്നുമുള്ളവരല്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏത് പച്ചവെള്ളങ്ങളെയും മേൽത്തരം വീഞ്ഞാക്കി മാറ്റാൻ ശക്തനായ ദൈവത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. യാതൊരു ഷേപ്പുമില്ലാത്തൊരു കല്ല് മനുഷ്യരുടെ കയ്യിൽ ആ വഴിയിലൂടെ പോകുന്ന എല്ലാവരുടെയും കാലിൽ തട്ടി മുറിവുണ്ടാക്കുകയാണ്. എന്നാൽ ഒരു ശില്പി വന്ന് ആ കല്ലെന്നെടുത്ത് തൻ്റെ ഉളി കൊണ്ട് അവിടെ എവിടെയും തട്ടി മനോഹരമായ ഒരു ശില്പമായി മാറി. ഇതുപോലെയാണ് കുറവുകളുള്ള യാതൊരു യോഗ്യതയുമില്ലാത്ത നമ്മളിലേക്ക് കർത്താവ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പച്ചവെള്ളങ്ങളിൽ നിന്ന് മേൽത്തരം വീഞ്ഞാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് അലക്സാന്ദ്രിയയിലെ അത്താനാസ്യോസ്, വിശുദ്ധനായ അത്താനാസ്യോസ് പറയുന്നത്, അവൻ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതുപോലെ നമ്മെയും അവൻ്റെ മക്കളാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പട്ടുനൂൽ പുഴു പൂമ്പാറ്റയായി മാറുന്നത് പോലെ, ഇരുമ്പ് തീയിൽ കിടന്ന് അഗ്നിയായി മാറുന്നത് പോലെ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളാകുന്ന പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റും. 2 കൊരിന്ത്യർ 5:17 നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. 8-ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്,
വീഞ്ഞായിത്തീർന്ന വെള്ളം പന്തിപ്രമാണി രുചിച്ചു നോക്കി അതെവിടുന്നാണ് എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വേലക്കാരാകട്ടെ തങ്ങൾ വെള്ളമാണ് നിറച്ചതെന്ന് അവർ അറിഞ്ഞിരുന്നു. ആ പരിചാരകർ അറിഞ്ഞു തങ്ങൾ വെള്ളമാണ് നിറച്ചത്. പക്ഷെ പന്തിപ്രമാണി അറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ശുശ്രൂഷകർ അറിയുകയാണ് രഹസ്യങ്ങളുടെ വെളിപ്പാട്. പുറമെ നിൽക്കുന്നവരല്ല, വിനയത്തോടെ അധ്വാനിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്നത്. സഭാപിതാവായ വിശുദ്ധ യോഹന്നാൻ ഓർമ്മിപ്പിക്കുകയാണ്, സേവനം ചെയ്യുന്നവൻ്റെ കണ്ണുകളിലാണ് ദൈവം അത്ഭുതത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നിനക്ക് പണമില്ലായിരിക്കാം, നിനക്ക് സമ്പത്തില്ലായിരിക്കാം, നിന്റെ മക്കൾ വിദേശത്തല്ലായിരിക്കാം, നിനക്ക് ജോലിയില്ലായിരിക്കാം, നിന്നെ കാണാൻ സൗന്ദര്യമില്ലായിരിക്കാം. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരെ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കും. കപ്പൽ നീങ്ങുന്നത്, കപ്പൽ യാത്ര ചെയ്യുന്നവർക്കറിയില്ല എങ്ങോട്ടാ എന്നറിയാം, ദിശ എങ്ങനെ മാറ്റണം. പക്ഷേ എൻജിൻ റൂമിലുള്ളവർ അറിയുന്നുണ്ട് കപ്പൽ നീങ്ങുന്നത് എങ്ങോട്ടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-25 വാക്യം പറയുകയാണ്, ഇവ ജ്ഞാനികൾക്ക് മറച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ്. കുറവുള്ളവരാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ അറിയുന്നത്. അതുകൊണ്ടാണ് പാവപ്പെട്ട ആട്ടിടയന്മാരിലേക്ക് ക്രിസ്തുവിനെ ജനിച്ചപ്പോൾ കാണുവാൻ സാധിച്ചത്. മാറോട് പറ്റിച്ചേർന്ന യോഹന്നാനും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഏറ്റെടുത്ത പത്രോസ്ലിഹയ്ക്കും ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിനെ കാണുവാൻ ആദ്യം സാധിച്ചില്ല. യേശുവിനെ ആദ്യം കണ്ടത് കുറവുകളുള്ള ഒരു പാവപ്പെട്ട സ്ത്രീക്കാണ്, മഗ്ദലക്കാരി മറിയയ്ക്ക്. പരിചാരകർ അറിയുന്നു സത്യം. പന്തിപ്രമാണി അറിഞ്ഞില്ലെങ്കിലും പരിചാരകർ അറിയുന്നുണ്ട്. ആത്മാർത്ഥമായി വേല ചെയ്തവർക്ക് അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും. 9ാമത്തെ അടുത്ത ചിന്ത എന്ന് പറയുന്നത്, പന്തിപ്രമാണി മണവാളനെ വിളിച്ച് അവനോട് പറയുകയാണ്, എല്ലാവരും ആദ്യമേ നല്ല വീഞ്ഞ് കൊണ്ടുവരും, ലഹരിച്ച ശേഷം കുറഞ്ഞ തരവും കൊണ്ടുവരും, നീയാകട്ടെ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു. നല്ല വീഞ്ഞ് എപ്പോഴും, 9ാമത്തെ ചിന്ത അതാണ് പറയുന്നത്, നല്ല വീഞ്ഞ് എപ്പോഴും അവസാനമാണ് വരുന്നത്. ലോകം ആദ്യമേ മോഹിപ്പിക്കും, ഒടുവിൽ നിരാശപ്പെടുത്തും. എന്നാൽ ക്രിസ്തു ഏറ്റവും നല്ലത് അവസാനം നൽകുന്നു. ദൈവത്തോടൊപ്പമുള്ള യാത്ര, തുടക്കം യാത്രയും അത്ര സുഖകരമല്ല, പക്ഷെ അതിൻ്റെ ലാൻഡിങ് വളരെ മനോഹരമായിരിക്കും. അതുകൊണ്ടാണ് 5ാം ദൗത്യത്തിൽ പേരുറക്കുന്ന മാക്ബൂബിൽ ഫീലക്സിനോസ് പറയുന്നത്, ദൈവം തൻ്റെ മക്കൾക്കായി കരുതി വച്ചിരിക്കുന്നത് ലോകം സ്വപ്നം കാണുന്നതിനേക്കാൾ മികച്ചതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെയും കഷ്ടതയുടെയും കണ്ണുനീരുകളുടെയും അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. രാത്രിക്ക് ശേഷം പ്രകാശമുള്ളൊരു പകൽ വരും. കയ്പുള്ള മരുന്നിന് ശേഷം നമുക്കൊരു ആരോഗ്യം ലഭിക്കും. ഒരു കുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചാൽ നല്ല റിസൾട്ട് ലഭിക്കും. മേൽത്തരം വീഞ്ഞ് ഒടുവിൽ കർത്താവ് നമുക്ക് വേണ്ടി വിളമ്പും. ദൈവത്തിൻ്റെ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 9ാമത്തെ വാക്യം പറയുകയാണ്, ഈ ആലയത്തിൻ്റെ പിമ്പിലത്തെ മഹത്വം മുമ്പിലത്തിനേക്കാൾ വലുതായിരിക്കും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, തകർച്ചയുടെ വക്കിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ, പ്രതിസന്ധിയുടെ വക്കിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഇതാ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു മേൽത്തരം വീഞ്ഞ് ഒരുക്കി വെച്ചിട്ടുണ്ട്. 10ാമത്തെ ചിന്ത ഓർമ്മിപ്പിക്കുകയാണ്, ഗലീലയിലെ കൊത്തനയിലെ യേശു പ്രവർത്തിച്ച 1ാമത്തെ അത്ഭുതം ഇതാകുന്നു, താൻ തൻ്റെ മഹത്വം അറിയിച്ചു, തൻ്റെ ശിഷ്യന്മാർ തന്നിൽ വിശ്വസിക്കുകയും ചെയ്തു.
ശിഷ്യന്മാർ വിശ്വസിച്ചു. 10ാമത്തെ ചിന്ത, അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ അടയാളങ്ങളാണ്. അവ നമ്മെ ദൈവത്തിലേക്കുള്ള അചഞ്ചലമായ വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ്. സത്യത്തിൽ ശിഷ്യന്മാർക്ക് അറിയില്ല, അവരിതിൽ ഇൻവോൾവ് അല്ലായിരുന്നു. വെള്ളം നിറച്ചത് പരിചാരകനാണ്, വിളമ്പിയത് പന്തിപ്രമാണിയാണ്. എന്നിട്ടും ശിഷ്യന്മാർ ആ അത്ഭുതത്തിൽ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ്? പുക കണ്ടാൽ അറിയാം തീയുണ്ടെന്ന് ഉറപ്പിക്കാം. പൂവ് കണ്ടാൽ മരം നന്മയുള്ളതാണെന്നറിയാം. കൈയെഴുത്ത് കണ്ടാൽ അറിയാം ആരാണത് എഴുതിയതെന്ന്. ക്രിസ്തു ചെയ്ത അത്ഭുതത്തെ അവർ വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ നടക്കുന്നത്, എടുക്കുന്നത്, ചരിക്കുന്നത്, ആരോഗ്യം നൽകുന്നത് ദൈവത്തിൻ്റെ അളവറ്റ കരുണയാണ്. വീഴാതെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അവനിൽ നാം ശിഷ്യന്മാരെ പോലെ വിശ്വസിക്കുക, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. ദൈവം 11ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. യഹൂദന്മാരുടെ ശുദ്ധീകരണ ആവശ്യത്തിനായി വെച്ചിരുന്ന, അതായത് ശുദ്ധീകരണ ആവശ്യത്തിനായിട്ട് വെച്ചിരിക്കുന്നു പറയുമ്പോൾ ശുദ്ധിയല്ലാത്ത ആ പാത്രങ്ങളിലേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ആ 6 കൽഭരണികളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ആ കൽഭരണികളെല്ലാം ശുദ്ധമായി. അതാണ് 11ാമത്തെ ചിന്ത. ക്രിസ്തു ആ കൽഭരണികളെ ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ അശുദ്ധിയെല്ലാം മാറ്റി ശുദ്ധീകരിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. മാഗ്ബൂബിലെ മോർ ഫീലക്സിനോസ് ബാവ പറയുകയാണ്, വിനയവും ശുദ്ധിയുമുള്ള ഹൃദയമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന ഏറ്റവും വലിയ പാത്രം. ശുദ്ധമായ ഒരു ഗ്ലാസ്സിൽ മാത്രമേ നമ്മൾ വെള്ളം കുടിക്കാൻ എടുക്കുകയുള്ളൂ. കണ്ണാടിയിൽ അഴുക്ക് മാറ്റിയാൽ മാത്രമേ നമ്മുടെ മുഖം ശരിക്കും കാണാൻ പറ്റുകയുള്ളൂ. ഒരു തുണിയിലെ കറ കളഞ്ഞാൽ മാത്രമേ പുതിയ നിറം കിട്ടുകയുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുകയാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. ഹൃദയത്തിൻ്റെ ശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 12ാമത്തെ ചിന്ത പറയുന്നത്, ആ വീഞ്ഞ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ആ പരിചാരകരായിരുന്നു. അവർ വിശ്വസ്തയോടെ അവരെ കർത്താവിനെ അനുസരിച്ചു. വിശ്വസ്തയുടെ ഫലമാണ് വീഞ്ഞ് നിറയുന്നത്. ചെറിയ കാര്യങ്ങൾ കാണിക്കുന്ന വിശ്വസ്തത വലിയ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുന്നു. ഒരു ഈജിപ്ഷ്യൻ കഥ ഇങ്ങനെയുണ്ട്. ഒരു പാവപ്പെട്ട തോട്ടക്കാരൻ തൻ്റെ ഉണങ്ങിയ മരങ്ങളിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുമായിരുന്നു. മുഴുവൻ ഉണങ്ങിപ്പോയതാണ്. അതൊരിക്കലും കിളുക്കില്ല എന്ന് കൃത്യമായിട്ടറിയാം. എന്നിട്ടും അവൻ വെള്ളം ഒഴിക്കുക. ആളുകൾ മുഴുവൻ എന്നെ പരിഹസിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരിക്കൽ പോലും പച്ചപ്പ് പിടിക്കാത്ത, പച്ചപ്പ് വളരാത്ത ഈ ഉണക്കമരത്തിന് എന്തിനാണ് വെള്ളം ഒഴിക്കുന്നത്? പക്ഷെ അവൻ വിശ്വസ്തയോടെ വെള്ളം ഒഴിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ വെള്ളം ചെന്ന് ആ ചെടിയുടെ ചുവട്ടിലെ ഒളിഞ്ഞിരുന്ന വജ്രങ്ങൾ മുഴുവൻ തെളിഞ്ഞു കാണാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, വിശ്വസ്തതയ്ക്ക് എക്കാലവും ഒരു പ്രതിഫലമുണ്ട്. എഫേസോസിൽ ജീവിച്ചിരുന്ന വിശുദ്ധ യോഹന്നാൻ ഓർമ്മിപ്പിക്കുകയാണ്, ചെറിയ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ വലിയ സ്വർഗീയ നിധികൾ ഭൂമിയിലേക്ക് ഒഴുകി വരികയാണ്. വളരെ തീരെ ചെറിയൊരു താക്കോൽ ഉപയോഗിച്ചാണ് വലിയ കൊട്ടാരം പോലുള്ള ഭവനങ്ങളുടെ ലോക്ക് തുറക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും കർത്താവിനോട് വിശ്വസ്തരായിരിക്കാം. ചെറിയ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ, നമ്മൾ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളിലും വിശ്വസ്തയോടെ നമുക്ക് നിൽക്കാം.
വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുകയാണ്, അല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ. 13-ാമത്തെ ചിന്ത നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പരിചാരകന്മാരുടെ വിശ്വസ്തത നമ്മൾ മുൻപേ കണ്ടു. 12-ാമത്തെ ചിന്ത. എന്നാൽ 13-ാമത്തെ ചിന്ത യേശുക്രിസ്തു അവരോട് പറയുകയാണ്, വക്കുവരെ അവർ നിറച്ചു കഴിഞ്ഞ ശേഷം പറയുകയാണ്, പച്ചവെള്ളം നിറച്ചിട്ട് പറയുകയാണ്, അവരോട് പറയുകയാണ്, പന്തി പ്രമാണിക്ക് നീ ഇത് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? വെറും പച്ചവെള്ളം കൊണ്ടുവന്ന് പന്തി പ്രമാണിക്ക് കൊടുക്കുവാൻ. നമ്മളുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് വെറും പച്ചവെള്ളമായിരിക്കാം. പക്ഷേ ആ പാവപ്പെട്ട പരിചാരകർ അത് വിശ്വസിച്ചു. അവരുടെ വിശ്വാസം അത്ഭുതത്തിൻ്റെ തുടക്കമായി. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശ്വാസമാണ് അസാധ്യമായതിനെ സാധ്യമാക്കുന്നത്. കോപ്റ്റിക് സഭാപിതാവായിരിക്കുന്ന വിശുദ്ധ ഷെനൂടെ പറയുകയാണ്, വിശ്വാസം എന്ന വാതിലിലൂടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ മർക്കോസ് 9:23 പറയുന്നത്, വിശ്വസിക്കുന്നതെല്ലാം സാധ്യമാണ്. 14-ാമത്തെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, യേശുക്രിസ്തു ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ഉപയോഗിച്ച പാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വെറും കൽഭരണികളിലാണ്. ആ ദേശത്ത് വില കൂടിയ ഒരുപാട് സ്വർണ്ണപാത്രങ്ങളും വീഞ്ഞിൻ്റെ മറ്റ് പാത്രങ്ങളും വീഞ്ഞു വിളമ്പുന്ന മനോഹരമായ പാത്രങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ കൽഭരണികളെ കർത്താവ് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ കല്ലിൻ്റെ പാത്രങ്ങൾക്ക് വിലയില്ലാത്തതാണ്. എന്നാൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾക്ക് വിലയുണ്ട്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വിലയുണ്ടെന്ന് കരുതുന്ന പലതും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വില കാണുകയില്ല. വെറും കൽഭരണിയെ കർത്താവ് അത്ഭുതത്തിനായിട്ട് ഒരുക്കപ്പെട്ടു. പ്രിയമുള്ള സഹോദര സഹോദരി, നീ വെറും കൽഭരണിക്ക് തുല്യമായിരിക്കാം. നീ സ്വർണ്ണപാത്രമല്ലായിരിക്കാം, നീ വെള്ളിപ്പാത്രമല്ലായിരിക്കാം, നീ കൽഭരണിക്ക് തുല്യമായിരിക്കാം. പക്ഷെ നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ പച്ചവെള്ളങ്ങളെയെല്ലാം മേൽത്തരം വീഞ്ഞാക്കി മാറ്റുവാൻ കർത്താവിന് സാധിക്കും. 15-ാമത്തെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, ആനന്ദത്തിൻ്റെ ഒരു തുടർച്ച നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ക്രിസ്തു ഉണ്ടെങ്കിൽ ഒരിക്കലും വറ്റാത്ത ഉറവയാണ് ക്രിസ്തു എന്ന് കാണുവാൻ സാധിക്കും. അതായത് ലോകം തരുന്ന വീഞ്ഞ് തീർന്നു പോകും, അതോടുകൂടി ആനന്ദം നഷ്ടപ്പെടും. എന്നാൽ ആനന്ദത്തിൻ്റെ തുടർച്ച, സന്തോഷത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ക്രിസ്തു നൽകുന്ന ആത്മീയ സന്തോഷം ഒരിക്കലും അവസാനിക്കുകയില്ല. മാഗ്ബൂബിലെ വിശുദ്ധ ഫിലക്സിനോസ് പറയുകയാണ്, ക്രിസ്തുവിലുള്ള സന്തോഷം ഒരു നദി പോലെയാണ്, അത് ഒഴുകും തോറും വർദ്ധിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിലുള്ള സന്തോഷം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഒരു സോളാർ ലൈറ്റ് കത്തുന്നത് സൂര്യനിലുള്ളിടത്തോളം കാലം സോളാർ സിസ്റ്റം പ്രവർത്തിക്കും, അതിന് കേടുപാടൊന്നും സംഭവിച്ചില്ല എങ്കിൽ. GPS കൂടെ ഉണ്ടെങ്കിൽ അതെപ്പോഴും വഴി കാട്ടിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം എപ്പോഴും ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് ഒരിക്കാലത്തും ദാഹിക്കില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത്, അർത്ഥവും ഇത് തന്നെയാണ്. 16-ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിടെ സ്വന്തം അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുകയാണ്. യേശുക്രിസ്തു തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് സംബോധന ചെയ്യുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് കാനാവിലും അടുത്തത് കാൽവരിയിലും. തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അടയാളമായ കാനാവിലും മഹത്വീകരണത്തിൻ്റെ പൂർത്തീകരണ വേളയായ കാൽവരിയിലും സ്ത്രീ എന്ന് വിളിക്കപ്പെടുകയാണ്. അതിൻ്റെ കാരണം ആദ്യ മാതാവായ ഹവ്വ മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചു. 2-ാം ഹവ്വ എന്ന് സുറിയാനി സഭയുടെ പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന ദൈവമാതാവായ മറിയം മനുഷ്യവർഗത്തിന് ജീവന്റെ മാതാവായി മാറി. മനുഷ്യപാപത്തിന് ആദ്യത്തെ ഹവ്വ ആദ്യത്തെ ആദാത്തോട് കൂട്ടുനിന്നപ്പോൾ 2-ാം ഹവ്വയായ പരിശുദ്ധ അമ്മ പാപത്തെ നീക്കുവാൻ വന്ന ക്രിസ്തുവിനോട് കൂട്ടുനിൽക്കുകയാണ്.
ലോകത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. പീഡാനുഭവ മരണോത്ഥാനങ്ങളിലൂടെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച യേശു കാൽവരിയിലെ ക്രൂശിൻ്റെ ചുവട്ടിലും മറിയത്തെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്ന ലോകത്തിന് മുഴുവൻ അമ്മയായി മാതൃകയായ മറിയത്ത് നൽകുന്ന നിമിഷത്തിലാണ്. കാനാവിൽ തുടങ്ങി കാൽവരിയിൽ നീണ്ട രക്ഷണീയ കർമ്മങ്ങളുടെ യാത്രയിൽ മറിയം യേശുവിനെ അനുഗമിച്ചു. ആദ്യ പാപവും അതിലൂടെ മരണവും ലോകത്തിൽ വരുവാൻ ആദത്തോടൊപ്പം ഹവ്വയും കാരണമായി. എന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനായി വന്ന രണ്ടാം മാതാവായ യേശുവിനോടൊപ്പം അവിടുത്തെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. 17ാമത്തെ ചിന്ത ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് പരിശുദ്ധ മറിയാമിനോട് പറയുകയാണ്, എനിക്കും അങ്ങയ്ക്കും എന്ത്? സ്ത്രീയെ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. അതായത് തൻ്റെ പ്രവർത്തനങ്ങൾ, തൻ്റെ ശുശ്രൂഷ മേഖലകൾ ആരംഭിക്കാൻ സമയമായില്ല എന്ന് പറയുകയാണ്. പക്ഷെ മറിയത്തിൻ്റെ മാധ്യസ്ഥം വിഷമിച്ചിരിക്കുന്ന വിവാഹ വീട് വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരുടെ പ്രതിസന്ധികളിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ സമയം അവിടെ പ്രവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും കടന്നു വരുന്നത്. ഒരിക്കലും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കില്ല, ആ രോഗം മാറില്ല, ആ പ്രതിസന്ധി മാറില്ല, ആ കടബാധ്യത മാറില്ല എന്ന് നമ്മൾ ചിന്തിച്ചുണ്ടായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ തെളിയുന്നത്. നിസ്ബീസിലെ ബർസൗമ പറയുകയാണ്, മനുഷ്യൻ്റെ പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വിരുന്ന് തുടങ്ങുകയാണ്. ഒരു രാത്രി കഴിയുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്. ശൈത്യകാലം കഴിഞ്ഞാലേ വസന്തം വരികയുള്ളൂ. പാചകം പൂർത്തിയായാലേ രുചിയുള്ള ഭക്ഷണം കിട്ടുകയുള്ളൂ. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയാണ്, അവൻ സകലത്തെയും തക്ക സമയത്ത് ഭംഗിയായിട്ട് ചെയ്തു. ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സമയം നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്ന് മൂഢമായി ചിന്തിക്കരുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സമയം ക്രമീകരിക്കും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അടുത്ത ചിന്ത, 18ാമത്തെ മറ്റൊരു ചിന്തയുണ്ട്. ആ വീടിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. വിഷയം വിവാഹമെങ്കിലും വീട് വിഷാദമാണ്. അത് സന്തോഷത്തിൻ്റെ വീടായിരുന്നു. പക്ഷേ ഉള്ളിൽ വീട്ടുകാർ ദുഃഖത്തോടെ നിൽക്കുന്നു. പുറമെ വരുന്നവർക്ക് ആർക്കും അറിയില്ല വീഞ്ഞു തീർന്ന കാര്യം, പക്ഷെ വീട്ടുകാർക്കറിയാം വീഞ്ഞു തീർന്ന കാര്യം. ഇതുപോലെയാണ് നമ്മുടെ പലരുടെയും ജീവിതം. പുറമെ മനുഷ്യരെല്ലാം ചിരിക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ ഒത്തിരി വേദനകളുമായിട്ട് നടക്കുന്നു. ആ വിവാഹ വീട് പോലെയാണ് നമ്മുടെ മനസ്സും. പുറമെ വിവാഹമാണ്, പക്ഷേ അകമേ നീറിപ്പകഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ആ നീറിപ്പകഞ്ഞ് എന്ന വീട്ടിൽ, വിഷാദമായ വീട്, ആ വീട്ടിലേക്ക് കർത്താവ് പ്രവേശിച്ചപ്പോൾ അവിടെ സന്തോഷത്തിൻ്റെ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒറിഗൻ, അലക്സാണ്ടറിൽ ജീവിച്ചിരുന്ന ഒറിഗൻ എന്ന് പറയുന്ന പിതാവ് ഇങ്ങനെ പറയുകയാണ്, ദൈവം പ്രവർത്തിക്കുന്നിടത്ത് പരിധികൾ അവസാനിക്കുന്നു. നമ്മുടെ ദുർബലതകൾ അവിടെ അവൻ്റെ ശക്തിയുടെ പ്രദർശന വേദിയാകുന്നു. ഒരു വലിയ കപ്പലിനെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷിക്കുന്ന സുരക്ഷിതമായ തീരത്തെത്തിക്കുന്ന പോലെ, എഴുതി തീരാറായ പേനയിൽ പുതിയ മഷി നിറയ്ക്കുന്ന പോലെ, ഓഫായി പോയ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന താക്കോൽ പോലെ, കർത്താവ് വിഷാദമായ നമ്മുടെ ഹൃദയത്തിൽ മേൽത്തരം വീഞ്ഞുകൊണ്ട് അഭിഷേകം ചെയ്യും. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൻ്റെ ശക്തി ദുർബലതയിൽ തികഞ്ഞു വരികയാണ്. വിഷാദമായ, ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന, നെഞ്ചു പൊട്ടുന്ന വേദനകളുള്ള വിവാഹ വീടുകളായിരിക്കാം നമ്മുടെ മനസ്സുകൾ. പക്ഷെ കർത്താവ് പ്രവേശിക്കുമ്പോൾ ദുഃഖങ്ങളെല്ലാം
സന്തോഷമാക്കി മാറ്റുവാൻ അവന് സാധിക്കും. വീഞ്ഞ് തീർന്നു പോയപ്പോൾ അത്ഭുതം തുടങ്ങിയതുപോലെ നമ്മുടെ ലോകപ്രകാരമുള്ള വഴികൾ അടയുമ്പോഴാണ് ദൈവത്തിൻ്റെ വഴി തുറക്കപ്പെടുകയുള്ളൂ. പ്രകാശമുള്ള സൂര്യൻ കൂടെ ഉള്ളപ്പോൾ ഒരു കാലത്തും പകൽ അവസാനിക്കുകയില്ല. ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നാം ഒരിക്കലും അന്ധകാരത്തിലേക്ക് പോവുകയില്ല. ക്രിസ്തു നമ്മളെ വഴി നടത്തും. അടുത്ത 19ാമത്തെ ചിന്ത, ഇത് യേശുക്രിസ്തു പ്രവർത്തിച്ച ഗലീലയിലെ കൊത്തിനായിൽ പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമാകുന്നു. ഇത് കേവലം ഒരു വീഞ്ഞു നിർമ്മാണമല്ല, മറിച്ച് ആത്മീയമായൊരു പുതിയ തുടക്കത്തിൻ്റെ അടയാളമാണ്. ആദ്യത്തെ അത്ഭുതം ആത്മീയ വെളിച്ചമാണ്. അതുകൊണ്ടാണ് സേവേറിയോസ് പാത്രിക്കീസ് പറയുന്നത്, ആദ്യത്തെ അത്ഭുതം വരാനിരിക്കുന്ന വലിയ വിമോചനത്തിൻ്റെ ആത്മീയ സന്ദേശമാണ്. ഒരു ശില്പി കല്ലിൽ ആദ്യത്തെ ഉള്ളി വയ്ക്കുമ്പോഴാണ് അതിൻ്റെ രൂപം തെളിയുന്നത് പോലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോ ദിവസവും ആത്മീയമായ പുതിയ പുതിയ തുടക്കത്തിൻ്റെ അടയാളങ്ങളാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, എത്രയധികം നന്മകൾ നമുക്ക് നൽകി. ആ പുതിയ തുടക്കത്തിൻ്റെ അടയാളങ്ങളാണെന്ന് നാം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. അടുത്ത ചിന്ത, 20ാമത്തെ ചിന്ത, ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കാരണമായ ഒരു സ്ത്രീയുണ്ട്, രണ്ടാം ഹൗവ. വിശ്വാസത്തിൻ്റെ ചുവട് തുടക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. മറിയത്തിൻ്റെ വിശ്വാസത്തോടുള്ള വാക്കാണ് അത്ഭുതത്തിന് കാരണമായത്. യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷയിൽ നടത്തിയ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാൻ കാരണം പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. പരിശുദ്ധ കന്യക മറിയാമില്ലാത്ത ക്രിസ്തുവിനെ ചിലർ ഈ കാലഘട്ടങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടിയാണ് വിശ്വാസത്തിൻ്റെ തുടക്കം പരിശുദ്ധ അമ്മയിലൂടെയാണ്. മാധ്യസ്ഥം, അമ്മയുടെ മാധ്യസ്ഥം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറയുന്നത്, മറിയം വലിയൊരു കോട്ടവാതിൽ തുറക്കുവാനായിട്ട് മാധ്യസ്ഥം അപേക്ഷിച്ചുവെന്ന്. ഒരു ചിപ്പി തുറന്നാൽ മാത്രമേ മുത്ത് കാണാൻ സാധിക്കൂ, സ്വിച്ച് ഇട്ടാൽ മാത്രമേ ഫാൻ കറങ്ങുകയുള്ളൂ, പാസ്വേഡ് കൊടുത്താൽ മാത്രമേ ലോക്ക് തുറക്കുകയുള്ളൂ. പരിശുദ്ധ അമ്മ അത്ഭുതങ്ങളുടെ കലവറകൾ തുറക്കപ്പെട്ടു അമ്മയിലൂടെ. നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. 21ാമത് മറ്റൊരു ചിന്ത കൂടിയുണ്ട്. ഇവിടെ അത്ഭുതങ്ങൾ, ക്രിസ്തു വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നാം കണ്ടു. ഈ വീഞ്ഞ് രണ്ടാമത് മേൽത്തരമായ വീഞ്ഞ് നൽകുമ്പോൾ അത് തീർന്നു പോയതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. അത് സമൃദ്ധമായി നൽകിയെന്നാണ്. വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും രണ്ടാമതും വീഞ്ഞു തീർന്നു പോയതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ലോകം തരുന്ന വീഞ്ഞുകളെല്ലാം തീർന്നു പോകും. പക്ഷേ ക്രിസ്തു നൽകുന്ന വീഞ്ഞ്, അതാണ് 21ാമത്തെ ചിന്ത, അത് വീഞ്ഞിന് സമൃദ്ധി ഉണ്ടാകും. വക്കോളം നിറഞ്ഞ വീഞ്ഞ് ക്രിസ്തു നൽകുന്ന പൂർണ്ണമായ സന്തോഷത്തെ സൂചിപ്പിക്കുക. വിശുദ്ധനായ ബർസോമ പറയുകയാണ്, വിശ്വാസവും അനുസരണവും ഒന്നിക്കുമ്പോൾ സ്വർഗം ഭൂമിയിലേക്ക് കവിഞ്ഞൊഴുകുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നത്, നിന്റെ സന്നിധിയിൽ എനിക്ക് പൂർണ്ണ സന്തോഷമുണ്ട്. അടുത്ത ചിന്ത, 22ാമത്തെ ചിന്ത, ക്രിസ്തുവിടെ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ആ പച്ചവെള്ളത്തിൻ്റെ നിറം മാറുന്നു, വീഞ്ഞിൻ്റെ നിറമായി മാറുമെന്ന് കാണുവാൻ സാധിക്കും. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സ്പർശനം, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളാകുന്ന വെള്ളത്തിൽ ഏൽക്കുമ്പോൾ അതിൻ്റെ നിറം മാറും.
പലപ്പോഴും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഏറ്റുവാങ്ങി ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് മേൽത്തരം വീഞ്ഞാക്കി മാറുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ. നമുക്കിപ്പോഴും ആ വെറും പച്ചവെള്ളമായിട്ട് തുടരാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായിരിക്കരുത്. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ രൂപം മാറും, ഭാവം മാറും. നമ്മളിൽ വെറും പച്ചവെള്ളത്തിൻ്റെ കളറ് വീഞ്ഞിൻ്റെ കളറായി മാറിയതുപോലെ നമ്മളുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാകും. അതോടൊപ്പം മറ്റൊരു ചിന്ത കൂടി ഉണ്ട് അതിനോടൊപ്പം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് പറയുന്നത് പോലെ ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിയും. അനേകം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നിറം മാറാത്ത പച്ചവെള്ളത്തിനെ പോലെ തന്നെ നിൽക്കുകയാണ്. വീഞ്ഞിൻ്റെ യാതൊരു സ്വഭാവവും കാണിക്കാതെ ഇപ്പോഴും പഴയ വെള്ളത്തിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ഉണങ്ങിയ മരം വസന്തത്തിൽ പൂക്കുന്നത് പോലെ ക്രിസ്തുവിൽ ഫലം കായ്ക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു ചിന്തയുണ്ട്, 23-ാമത്തെ ചിന്ത. ഈ കൽഭരണി ഇരിക്കുന്നത് അതിന് നല്ല ഭാരമുണ്ടായിരിക്കാം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽഭരണികളെന്നാണ്. അത് വലിയ 2-3 പറ എന്ന് പറയുന്നത് വലിയ അളവിൽ സംഭരണശേഷിയുള്ള കൽഭരണിയാണ്. അതെപ്പോഴും സ്വാഭാവികമായിട്ടും അത് നിലത്താണ് വയ്ക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തട്ടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മേശപ്പുറത്തൊന്നും കയറ്റി വയ്ക്കില്ല. അത് നിലത്താണ് വയ്ക്കുന്നത്. ആ കൽഭരണി എപ്പോഴും ഭൂമിയിലായിരിക്കും. നമ്മളും ഇതുപോലെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കൂ. ഭൂമിയോളം ക്ഷമിക്കുക എന്ന് നമ്മുടെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഭൂമിയിൽ കിടക്കുന്ന മണ്ണും ചേറും കൊണ്ട് പൊടി പിടിച്ച് കിടക്കുന്ന, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു കൽഭരണിയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒരുപക്ഷെ വിലയുള്ള വസ്തുക്കളാണെങ്കിൽ അത് നിലത്തിടുകയില്ല. വിലയില്ലാത്ത കുറവുകളുള്ള നമ്മളാകുന്ന കൽഭരണികളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തിൽ ദൈവത്തിന് ഇടമില്ല. ശൂന്യവും വിനയപൂർണമായ ഹൃദയത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അലക്സാന്ദ്രിയയിലെ അഞ്ചാം പേരോർക്കുന്ന വിശുദ്ധ അത്താനാസ്യോസ് ഇങ്ങനെ പറയുകയാണ്, വിനയമുള്ള ഹൃദയം ദൈവത്തിന് തൻ്റെ സ്നേഹം പകരാനുള്ള ഏറ്റവും വലിയ പാത്രമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഡൗൺ ടു എർത്ത്, ഭൂമിയോളം താഴെ നിൽക്കുന്ന ഒരവസ്ഥ. ആ കൽഭരണി അങ്ങനെയായിരുന്നു. ആ കൽഭരണിയിലാണ് കർത്താവ് എടുത്ത് തൻ്റെ ജീവിതത്തിൽ കൊത്തിനെ പട്ടണത്തിൽ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിച്ച്. മെമ്മറി ശൂന്യമാക്കിയാൽ മാത്രമേ പുതിയ ഡാറ്റ അതിൽ സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വയം ശൂന്യമാക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്നോസിസ് എന്ന വാക്ക് ഉപയോഗിച്ച് സ്വയം ശൂന്യവൽക്കരണം. നമ്മൾ സ്വയം ശൂന്യവൽക്കരിച്ച് ഹൃദയപൂർണമായ വിനയപൂർണമായ ഒരു ഹൃദയം ദൈവത്തിൽ നമുക്ക് നൽകുവാൻ സാധിക്കണം. അടുത്ത ചിന്തയെന്ന് പറയുന്നത് 24-ാമത്തെ ചിന്ത. പന്തിപ്രമാണി ആ വെള്ളം വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കി. എന്നിട്ടും മണവാളിനോട് പറയുകയാണ്, അത് മുമ്പിലത്തെ വീഞ്ഞിനേക്കാൾ മേൽത്തരമാണ് ഇത് ഈ പുതിയ വീഞ്ഞെന്ന്. രണ്ടാമത് കൊണ്ടുവന്ന വീഞ്ഞ് മേൽത്തരമാണ്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, പന്തിപ്രമാണി രുചിച്ചു നോക്കിയപ്പോൾ അത് മുമ്പിലത്തേക്കാൾ രുചിയുണ്ടായിരുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളാകുന്ന കല്യാണ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ രുചികൾ മാറ്റപ്പെടും. നമ്മൾ മാധുര്യമുള്ളവരായി മാറും. വിശ്വാസത്തിൻ്റെ ഫലം എപ്പോഴും മാധുര്യമുള്ളതാണ്. അതുകൊണ്ടാണ്
വിശുദ്ധനായ സേവ്യറിയസ് പാത്രികീസ് പറയുന്നത്, അനുസരണത്തിലൂടെ വിതയ്ക്കുന്ന വിശ്വാസം അത്ഭുതമെന്ന മധുരഫലമായി കൊയ്തെടുക്കുമെന്ന്. ഒരു വിത്ത് നനച്ചാൽ മനോഹരമായ പൂവുണ്ടാകുന്നത് പോലെ, പരീക്ഷയ്ക്ക് നല്ലതുപോലെ പഠിച്ചാൽ മികച്ച വിജയം ലഭിക്കുന്നത് പോലെ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാധുര്യമുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിലാവും. നമ്മൾ മാധുര്യമുള്ളവരാകും, നമ്മുടെ ജീവിതം മാധുര്യമുള്ളവരാകും. ആയതിനാൽ പ്രിയമുള്ളവരെ, തകർന്നടിഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതം, താളടിയായി പോയിരിക്കുന്ന നമ്മുടെ ജീവിതം, പ്രതിസന്ധികളുടെ നിറവിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതം, ആ ജീവിതത്തെ, ആ കല്യാണ വീടാകുന്ന, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കല്യാണ വീടാകുന്ന നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ മേൽത്തരം രുചിയുള്ള വീഞ്ഞായി നമ്മൾ മാറും. മാധുര്യമുള്ള ജീവിതം നമുക്ക് ലഭിക്കും. ഒരു ജയജീവിതം നമുക്ക് ലഭിക്കും. ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കും. നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുന്ന അടുത്ത ചിന്ത, 25ാമത്തെ ചിന്ത, ആ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായി മാറി ഈ അത്ഭുതം നാം പരിശോധിക്കുമ്പോൾ, അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവർ ഓൾട്ടർനേറ്റീവായിട്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വീഞ്ഞ് കൊണ്ടുവരുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അവർ മറ്റ് സോഴ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചുറ്റുവട്ടത്തുനിന്നോ അല്ലെങ്കിൽ ദൂരദേശത്തു നിന്നൊക്കെ വീഞ്ഞ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം നിഷ്ഫലമായി പോയതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം പരിശുദ്ധ അമ്മ പറയുന്നത്, ഇവർക്ക് വീഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. കാരണം മറിയം ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തുവിനോടൊപ്പമാണ്. മറിയം അവിടെ ഉണ്ടായിരുന്നു. ആ ഭവനക്കാരിയല്ലായിരുന്നു, മറിച്ച് ആ ഭവനത്തിന് പുറത്തുനിന്നുള്ള ഒരു സ്ത്രീയായിരുന്നു. ആ വീട്ടുകാര് കിട്ടാവുന്ന സോഴ്സസ് മുഴുവൻ ഉപയോഗിച്ചിട്ടും അത് സാധിക്കാതെ വന്നപ്പോഴാണ് പുറത്തു നിൽക്കുന്ന ആൾ കൂടി ഇതറിയാൻ ഇടവന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യന്റെ കഴിവുകൾ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിൻ്റെ കരുണ ആരംഭിക്കുന്ന വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. കോപ്റ്റിക് ഭാഷയിൽ എഴുതിയ മർക്കോസിൻ്റെ ഒരു ലേഖനമെന്ന് പറയപ്പെടുന്ന ഒരു കൃതിയിൽ ഇപ്രകാരം പറയുകയാണ്: ദൈവം പ്രവർത്തിക്കുന്നിടത്ത് മനുഷ്യന്റെ പരിമിതികൾ അപ്രസക്തമാകുന്നു. വിശ്വാസമുള്ളവൻ അത്ഭുതത്തിൻ്റെ ആദ്യ സാക്ഷിയാകും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വീഞ്ഞുകൾ തീർന്നു പോകുമ്പോൾ പല മനുഷ്യരിൽ, പല സോഴ്സുകളിൽ, പല വ്യക്തികളിൽ ഒക്കെ നമ്മൾ ആശ്രയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആശ്രയിക്കേണ്ടത് ഒരാളെ മാത്രമാണ്, അത് കർത്താവായ യേശുക്രിസ്തുവിനെ. പലപ്പോഴും നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിക്കാതെ മറ്റുള്ളവരിൽ ആശ്രയിക്കുന്നതിൻ്റെ നമ്മുടെ ഹൃദയങ്ങൾക്ക് പറയുന്ന പേരാണ് അവിശ്വാസമുള്ള ഹൃദയം. പഴയ സിസ്റ്റത്തിൽ ഒരു പുതിയ പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. പഴയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഒരു പുതിയ പ്രോഗ്രാം. അതുപോലെയാണ് അവിശ്വാസം നിറഞ്ഞ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-26 വാക്യം പറയുകയാണ്: മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണെന്ന്. അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത് 27ാമത്തെ ചിന്ത, ആ വിവാഹ വീട് സന്തോഷത്തിൻ്റെ ഒരു വീടായിരുന്നു. പക്ഷെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ അടുത്ത ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ സന്തോഷങ്ങളുടെ സമയത്തും പ്രതിസന്ധികൾ ചിലപ്പോൾ കടന്നു വന്നേക്കാം. നമ്മൾ വിചാരിക്കുന്നത് പലപ്പോഴും എപ്പോഴും സന്തോഷങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിലെന്ന്. കാനാവിലെ കല്യാണത്തിന് എല്ലാവർക്കും സന്തോഷമുണ്ടായിരുന്നു, കാരണം കല്യാണത്തിൻ്റെ ആഘോഷം നിറഞ്ഞിരിക്കുക. എന്നാൽ വീഞ്ഞ് തീർന്നു പോകാൻ തുടങ്ങിയപ്പോൾ പ്രതിസന്ധികൾ വന്നു. ഇതിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ചില മനുഷ്യർ ഈ കാലഘട്ടങ്ങളിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ജീവിതത്തിൽ എക്കാലം സന്തോഷമായിരിക്കും, അടിച്ചു പൊളിച്ച് നടക്കാം, പുത്തൻ ഭാഷയിൽ പറഞ്ഞാൽ. എന്നാൽ ഈ സന്തോഷങ്ങൾക്കെല്ലാം ഒരു പരിധിയുണ്ട്. ഇതിനപ്പുറത്ത് ചിലപ്പോൾ ഒരുപക്ഷെ പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം. ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷകാലങ്ങളിലും ജാഗ്രത പാലിക്കണം. നമ്മുടെ സന്തോഷം ദൈവത്തിൻ്റെ ദിശയിൽ പ്രവർത്തിക്കണം. പ്രശ്നങ്ങൾ വന്നാലും
പ്രതിസന്ധികൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മളാകുന്ന വിവാഹ വീട്ടിൽ, നമ്മുടെ മനസ്സാകുന്ന വിവാഹ വീട്ടിലേക്ക് സന്തോഷങ്ങളുടെ ഇടയിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വരുമ്പോൾ ക്രിസ്തുവിനെ ആ വിവാഹ വീട്ടിലേക്ക് ക്ഷണിക്കണം. പലപ്പോഴും സന്തോഷ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിനെ മറന്നുപോകുന്ന ഒരവസ്ഥയാണ്. പരിപാലന ശേഷിയില്ലാതെ ആഘോഷങ്ങൾ ക്രമപ്പെടുത്തുന്ന പരാജയത്തിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് ഒരു ചിന്തകൻ പറയുന്നത്. വിശുദ്ധനായ ഈവാനിയോസ്, സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് പറയുകയാണ്, ദൈവം മനുഷ്യൻ്റെ പ്രതിസന്ധികളെ അനുഗ്രഹത്തിലേക്ക് മാറ്റുന്നു. മനുഷ്യൻ വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ പ്രശ്നങ്ങളും അനുഗ്രഹങ്ങളും ഒരുമിച്ചായിരിക്കും. നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ എല്ലാ ചേരുവകളും നേരത്തെ തയ്യാറാക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോഴും ദൈവത്തെ മറന്ന് നാം സന്തോഷിക്കരുത്. സന്തോഷ കാലഘട്ടങ്ങളിലും പ്രതിസന്ധികൾ വന്നാലും ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത് 28ാമത്തെ ചിന്ത, അവരുടെ ജീവിതത്തിൽ ആ കല്യാണ വിവാഹ വീട്ടിലുണ്ടായ പ്രതിസന്ധി മറച്ചു വെക്കാതെ, ആ പ്രശ്നം മറച്ചു വെക്കാതെ ക്രിസ്തുവിനോട് അവർ തുറന്നു പറഞ്ഞു പരിശുദ്ധ അമ്മയിലൂടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളത് മറച്ചു വെക്കാതെ ആരോടും പറയാതെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ പെരുകുമ്പോൾ കുമ്പസാരത്തിൽ ഏറ്റുപറയാതെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ അത് മറച്ചു പിടിക്കാതെ എല്ലാം അറിയുന്നവനായ ക്രിസ്തുവിനോട് നമുക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ വിവാഹ വീട്, ദുഃഖം തളം കെട്ടി വീട്ടിൽ അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം മടങ്ങി വരാനുള്ള കാരണം അവർക്കിടെ ജീവിതത്തിൽ ദുഃഖം കടന്നു വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അവർ മറച്ചു വയ്ക്കാതെ ക്രിസ്തുവിനോടതെല്ലാം തുറന്നു പറഞ്ഞു. കർത്താവ് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിടുമ്പോൾ ദൈവത്തോടതെല്ലാം തുറന്നു പറയുക. ആ പ്രതിസന്ധികളെല്ലാം ദൈവാനുഗ്രഹത്തിലൂടെ പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധനായ അപ്രയം പറയുന്നത്, വിശ്വാസത്തോടെ അവഗണനകളും പ്രശ്നങ്ങളും ദൈവത്തോട് തുറന്നു പറയുക, അവൻ അവയെ അനുഗ്രഹത്തിലേക്ക് മാറ്റും. നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൽ ചേർക്കേണ്ട ചേരുവകൾ കുറച്ചു ഭാഗം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം രുചികരമാവുകയില്ല. സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടി പഠനങ്ങളുടെ പ്രതിസന്ധികൾ മറച്ചു വയ്ക്കണമെങ്കിൽ അധ്യാപകന് ഒരിക്കലും സഹായിക്കാൻ കഴിയില്ല. അത് തുറന്നു പറഞ്ഞാൽ അധ്യാപകന് സഹായം ലഭിക്കും. ഇതുപോലെയാണ് ക്രിസ്തു. ക്രിസ്തുവിനോടെല്ലാം നമ്മുടെ അമ്മ മറച്ചു വയ്ക്കാതെ, ആ പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാതെ, ആ പ്രതിസന്ധികൾ മറച്ചു വയ്ക്കാതെ ആ കല്യാണ വീട്ടിൽ തുറന്നു പറഞ്ഞതുപോലെ നമുക്കും തുറന്നു പറയാൻ സാധിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം മാറ്റപ്പെടുവാനായിട്ട് കർത്താവ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അടുത്ത മറ്റൊരു ചിന്ത, 29ാമത്തെ ചിന്ത, അവർക്ക് വീഞ്ഞില്ലാതായപ്പോൾ മറിയം അവിടെ ഒരു ബദൽ മാർഗം നിർദ്ദേശിച്ചില്ല. വിവാഹ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയ അവസ്ഥയുണ്ടായപ്പോൾ മറിയം യേശുവിനോടത് പറയുകയാണ് ചെയ്തത്. മറിച്ച് യേശു എങ്ങനെ അത് പരിഹരിക്കണമെന്നൊരിക്കലും നിർദ്ദേശിച്ചില്ല. നമ്മൾ ദൈവത്തിൻ്റെ തീരുമാനത്തെ, മാർഗനിർദ്ദേശത്തെ അംഗീകരിക്കണം. മറിച്ച് നമ്മൾ മാർഗനിർദ്ദേശം ഒരിക്കലും നൽകരുത്. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മളുടെ ഇഷ്ടങ്ങൾക്കും നമ്മളുടെ ആഗ്രഹങ്ങൾക്കും നമ്മൾ മെനഞ്ഞുണ്ടാക്കിയ ദൈവത്തെയാണ്. ഖലീൽ ജിബ്രാനിൻ്റെ ഒരു കഥയുണ്ട്. ഒരു കുട്ടിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ പിതാവിന് ഡോക്ടറാക്കണമെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണമെന്നോ, അമ്മയ്ക്ക് ടീച്ചറാക്കണമെന്നോ അല്ലെങ്കിൽ അമ്മാവന് മറ്റെന്തൊക്കെയോ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കുട്ടിക്ക് ഇതൊന്നും ആഗ്രഹമില്ലായിരുന്നു. അവസാനം കുട്ടി, ആ മനുഷ്യനൊരു വളർന്ന് ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പറയുകയാണ്, ഇവിടെ എനിക്ക് ഞാനാകാൻ സാധിച്ചു. പലപ്പോഴും നമ്മൾ നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ് പല കാര്യങ്ങളിലും. നമ്മുടെ ദേവാലയങ്ങൾ എടുത്തു നോക്കുക, നമ്മുടെ ജോലി സ്ഥലങ്ങൾ എടുത്തു നോക്കുക, നമ്മുടെ മറ്റ് പ്രവർത്തന മേഖലകൾ എടുത്തു നോക്കുക. ദൈവത്തിൻ്റെ വഴിയെ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ വഴിയെയാണ് പലപ്പോഴും നമ്മൾ നിർദ്ദേശം നൽകുന്നത്. ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വൈരുദ്ധ്യമായിട്ട്
മാനുഷിക മാർഗനിർദ്ദേശത്തെ കൊണ്ടുവരാനായിട്ട് പല തീരുമാനങ്ങളിലും നമ്മൾ വെമ്പൽ കൊള്ളുകയാണ്. കർത്താവ് അതല്ല ആഗ്രഹിക്കുന്നത്. മറിയം കർത്താവിന് വിട്ടുകൊടുത്തതുപോലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്കും അങ്ങനെ സാധിക്കണം. നമ്മളുടെ പരിഹാരങ്ങൾക്കൊന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല. കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. 30-ാമത്തെ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, യേശു അവരോട് ഭരണികളിൽ വെള്ളം നിറപ്പാൻ പറയുകയാണ്. യേശുവിന് വേണമെന്നുണ്ടെങ്കിൽ ആ ശൂന്യമായ കൽഭരണിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അത് പെട്ടെന്ന് നിറയ്ക്കുവാനായിട്ട് സാധിക്കും. വീഞ്ഞ് നിറച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ ക്രിസ്തുവിടെ മാനുഷിക അധ്വാനങ്ങളെ മാനിക്കുകയാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ഭാഗങ്ങൾ നിർവഹിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ കടമകൾ നിറവേറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കലും നമ്മൾ അലസരായിരിക്കരുത്. എല്ലാം ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് ദൈവ വിശ്വാസത്തിൽ ദൈവം അത് ചെയ്യും ഇത് ചെയ്യും, നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മളുടെ കടമകൾ നമ്മൾ നിർവഹിക്കണം. ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കാതെ വിശ്വാസത്തോടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധനായ എഫ്രേം പറയുന്നത്, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് മനുഷ്യൻ്റെ ഭാഗങ്ങൾ നിവർത്തിക്കപ്പെടണം. ആശ്രയിക്കുമ്പോൾ അധ്വാനിക്കപ്പെടണം. നമ്മൾ ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മളുടെ അധ്വാനങ്ങൾ എപ്രകാരമാണ്? പ്രാർത്ഥനയില്ലാതെ, വിശ്വാസമില്ലാതെ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാതെ, വേദവായനയില്ലാതെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സാധിക്കും? അവർ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു. ഒരു മോട്ടോർ കാർ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇന്ധനവും ഓയിലും നൽകണം. ഇതുപോലെയാണ് നമ്മുടെ ഭാഗം ക്ലിയർ ആകുന്നുണ്ടോ? വിശുദ്ധ കുംഭസാരത്തിൻ്റെ അനുഭവത്തിലൂടെ പോകുന്നുണ്ടോ? കൂദാശ അനുഷ്ഠാന ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഒന്നിലും നമ്മളായിരിക്കാതെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം എന്ന് വാശി പിടിക്കുന്നത് ദൈവികമല്ല, അത് പൈശാചികമാണ്. ആയതുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളെ ക്രിസ്തുവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അടുത്ത ചിന്ത എന്ന് പറയുന്നത് 31-ാമത്തെ ചിന്ത. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് വളരെ ശാന്തമായിട്ടാണ്. ദൈവം ശബ്ദമില്ലാതെ പ്രവർത്തിക്കുകയാണ്. പരിചാരകന്മാർ വെള്ളം നിറച്ചു, നിങ്ങൾ കൊണ്ടുവന്ന് കൊടുപ്പിൻ, പന്തിപ്രമാണിക്ക് കോരിയെടുത്ത് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് പറയുകയാണ്. കർത്താവിടെ വലിയ ഒച്ചപ്പാടോ ബഹളമോ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വളരെ ശാന്തമായിട്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ വിവാഹ വീട്ടിൽ യേശു ആദ്യത്തെ അത്ഭുതം നടത്തിയപ്പോൾ, വെള്ളം വീഞ്ഞാക്കി മാറ്റിയപ്പോൾ, ആ വളരെ അവിശ്വസനീയമായ സംഭവത്തിൽ വലിയ ശബ്ദമോ ദൃശ്യപ്രകടനങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ പ്രവർത്തനം ശാന്തവും നിശ്ചലവുമായ രീതിയിൽ നടക്കണം. വലിയ ആഘോഷങ്ങളല്ല, മറിച്ച് വിശ്വാസത്തിലൂടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അവസ്ഥകളായിരിക്കും. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പറയുകയാണ്, ദൈവം ശാന്തമായി പ്രവർത്തിക്കുന്നു, പക്ഷെ അതിൻ്റെ ഫലം അനന്തവും പരമമായ അനുഗ്രഹവും നൽകുന്നു. ഒരു വലിയ മരത്തിനുള്ള ഒരു ചെറിയ വിത്ത് ഇടുകയാണ്. ആ വിത്ത് മുളച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ചില സമയങ്ങളിലൊക്കെ ചില സസ്യങ്ങളുടെ വിത്ത്. പക്ഷെ ഒരു ശബ്ദമുണ്ടാക്കാതെയാണ് മുളച്ചു വരുന്നത്. അത് മുളച്ച് വളർന്ന് വലിയ വൃക്ഷമായി മാറുന്നത് പോലെ ശാന്തതയോടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. ഈ കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് വലിയ ആഘോഷങ്ങളാക്കി മാറ്റുന്ന കാലഘട്ടത്തിലാണ്. നമ്മളതിനൊന്നും കുറ്റം പറയുകയല്ല. പക്ഷേ ശാന്തമായും കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് ഈ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. അടുത്തൊരു ചിന്ത, 32-ാമത്തെ ചിന്ത, ഈ 6 കൽഭരണികളാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പൈശാചിക നമ്പറായിട്ടും അപൂർണതയുടെ സംഖ്യയായിട്ട് 6-നെ ആ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ആ അപൂർണതയിലേക്ക്
ക്രിസ്തു അപൂർണതകളെ പൂർണ്ണതകളാക്കി മാറ്റിയെന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യൻ അപൂർണനാണ്, മനുഷ്യൻ പരിമിതനാണ്, ദൈവം പൂർണ്ണനാണ്. അത്ഭുതം അവൻ്റെ ക്രിയയാൽ സംഭവിക്കുന്നു. മനുഷ്യൻ്റെ പരിമിതമായ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ സഹായം ചേർന്നാൽ മാത്രമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. സ്രോഗിലെ യാക്കോബ് പറയുകയാണ്, മനുഷ്യൻ പരിധിയുള്ളവനാണ്. ദൈവത്തിൻ്റെ കരുതലും അനുഗ്രഹവും ഇല്ലെങ്കിൽ ഒന്നും അവനിൽ പൂർണ്ണമാവില്ല. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ അപൂർണതകളെ മനസ്സിലാക്കി പൂർണ്ണനായ പരിപൂർണനായ ക്രിസ്തുവിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. അപ്പോൾ അവൻ നമ്മുടെ അപൂർണതകളെടുത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഉപയോഗിക്കും. അടുത്ത മറ്റൊരു ചിന്ത, 33-ാമത്തെ ചിന്ത, യേശുക്രിസ്തു കാനാവിൽ കല്യാണ വീട്ടിലേക്കാണ് കടന്നത്. കാന എന്ന് പറയുന്ന ആ ഗ്രാമം ഒരു ചെറിയ ഗ്രാമമായിരുന്നു. അധിക ശ്രദ്ധയില്ലാത്തൊരു ഗ്രാമം, പ്രശസ്തിയില്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്തും ദൈവത്തിൻ്റെ മഹത്തായ അത്ഭുതങ്ങൾ നടപ്പിലാക്കുകയാണ്. ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുകയാണ്. നമ്മുടെ ഇല്ലായ്മയിൽ കർത്താവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. ഇന്ന് നമ്മളെല്ലാവരും പലതരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പോവുകയാണ്. ആ പള്ളിയിൽ അത്ഭുതങ്ങളുണ്ട്, ഈ പള്ളിയിൽ അത്ഭുതങ്ങളുണ്ട്, അവിടെയൊക്കെ അത്ഭുതങ്ങളുണ്ട്, സത്യമായിരിക്കാം. പക്ഷെ നമ്മുടെ കൊച്ചു ദേവാലയത്തിൽ അനുഗ്രഹങ്ങളുടെ കലവറയാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. പലർക്കും അത്ഭുതങ്ങൾ നടക്കുന്നത് പ്രശസ്തമായ സ്ഥലങ്ങളിലാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇടവക പള്ളിയിൽ, അതൊരു പക്ഷേ ചെറിയൊരു പള്ളിയായിരിക്കാം, അതിലൊരു ചെറിയ ഇടമായിരിക്കാം, അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് നമ്മൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിന് അവിടെയും അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മളൊത്തിരി കുറവുള്ളവരായിരിക്കും, നമ്മളൊരു ചെറിയ വ്യക്തിയായിരിക്കാം, ആരാലും അറിയപ്പെടാത്ത വ്യക്തിയായിരിക്കാം. പക്ഷെ കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. നാളെ ചരിത്രമായി മാറുവാൻ പോകുന്നത് നമ്മളുടെ കുറവുകളിലാണ് കർത്താവ് കാണുന്നത്. വിശുദ്ധനായ സേവ്യറിയോസ് പാത്രികീസ് പറയുകയാണ്, ദൈവം വിശാലമായ നഗരങ്ങളിലോ ചെറിയ ഗ്രാമങ്ങളിലോ പ്രവർത്തിക്കാം. സ്ഥലം പ്രതിബന്ധമല്ല, വിശ്വാസം മാത്രം മതിയാണ്. പ്രിയമുള്ളവരെ, പ്രധാനമായും നമ്മൾ 33 ചിന്തകളാണ് ഈ എവൻഗേലിയൻ വേദഭാഗത്തിൽ നിന്ന് കണ്ടത്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഈ ചിന്തകളെല്ലാം നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൽ നാം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.